ഐസേ യൂറോപ്പിലെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനോ ഇംഗ്ലീഷോ ഒന്നും വേണ്ടാത്ത ജോലികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വന്നുവിടാൻ പറ്റിയ ജോലികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? അറിയാമില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മീറ്റ് കട്ടിങ്, ഗ്രൈൻഡിങ്, ഐസ്ക്രീം പാക്കിങ്, കാർപ്പൻറ്റർ, പെയിൻറ്റിങ്, അങ്ങനെയുള്ള കുറേ വർക്കുകളുണ്ട്. ഈ വർക്കുകൾക്കൊന്നും ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാലും ശരി, ജോലിക്ക് ചെന്ന് നമ്മൾ ഏത് കമ്പനി കയറിയാലും ഒരു ഡോക്യുമെൻറ്റോ പേപ്പറോ എക്സ്പീരിയൻസോ ഒന്നും ചോദിക്കത്തില്ല. അവിടെ ചോദിക്കുന്നത് വാലിഡ് വിസയുണ്ടോ അല്ലെങ്കിൽ വാലിഡ് TRC ഉണ്ടോ എന്ന് മാത്രമാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ജോലിക്ക് എടുക്കുന്ന കമ്പനികളുണ്ട്. ഈ ജോലിയുടെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലെ പോലെ അത്ര എളുപ്പമല്ല. 12 മണിക്കൂർ ഡ്യൂട്ടിയാണ്. ചിലപ്പോൾ 12 മണിക്കൂർ നിന്ന് തന്നെ ജോലി ചെയ്യേണ്ടി വരും. പിന്നെ ഒരു ദിവസത്തെ കൂലിയെന്നോ അല്ല, നമ്മുടെ നാട്ടിലെ പോലെയല്ല. 1 മണിക്കൂർ പണിയെടുത്തെങ്കിൽ 1 മണിക്കൂറിൻ്റെ പൈസ വരും. പിന്നെ മാൻ പവർ കാണിച്ചാൽ മതി, ഇവരെന്തിനും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും. വരുമ്പോഴേ ഒരു മാസം നമ്മൾ സ്വപ്നം പോലും കാണാത്തത്ര ശമ്പളമാണ് ഇത്രയും നിസ്സാര ജോലികൾക്ക്. ഇപ്പം നിങ്ങളുടെ ഒരു ചോദ്യമുണ്ട്, എങ്ങനെ ചേട്ടാ വന്നു വിടുന്നു? നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ ഇങ്ങനെ കൊണ്ടുവരുന്ന ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ നാട്ടിൽ കേരളത്തിലുണ്ട്. ഇപ്പോഴും കൊണ്ടുവരുന്നത് പല രാജ്യങ്ങളും. സികളല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ കൊണ്ടുവരുന്നത്. അത് എത്രയും നല്ലതും സേഫുമാണത്. അത് ചൂസ് ചെയ്യും. നിങ്ങളെ എത്ര പഠിച്ചവരും ആയിക്കോട്ടെ, ഈ ജോലികൾക്ക് വരാൻ നിങ്ങൾ ഒരു മടിയും കാണിക്കണ്ട. വന്ന് 1 വർഷം ജോലി ചെയ്ത് ഇവിടുത്തെ കാർഡായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ പഠിച്ച പ്രൊഫഷനൊക്കെ നിങ്ങൾക്ക് പോയി തിരഞ്ഞെടുത്ത് ജോലിക്ക് പോകാം. അല്ലെങ്കിൽ എല്ലാ ഷെങ്കൻ കൺട്രിയിലും പോയി ഇഷ്ടമുള്ള ജോലി ചെയ്യുക. ആദ്യം വന്ന് പെടുക, എൻട്രി കീ അടിക്കുക. ഓക്കെ.